ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഈ വർഷത്തെ പ്ലം കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതും അധികം ചിലവില്ലാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കും കൂടിയാണ്. അതും മിക്സിയിലുമാണ് ഉണ്ടാക്കുന്നത്. ബീറ്ററും വേണ്ട, ഓവണും വേണ്ട കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/4 കപ്പ് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ചെറി, 1/4 കപ്പ് ഡ്യൂട്ടി ഫ്രൂട്ടി. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഈത്തപ്പഴം, ബദാം, പിന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കാരമലാക്കി എടുക്കാം. കാരമലാക്കി എടുക്കാൻ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാരണം ഞാൻ അധികം കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കളർ മാറണം കേട്ടോ. അതും നന്നായി കളർ മാറരുത്, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്യുമ്മൽക്കെല്ലാം പൊട്ടിത്തെറിക്കും. കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് വിട്ട് നിൽക്കാം. എന്നിട്ട് അത് പൊട്ടിത്തെറിക്കലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒന്ന് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ മൊത്തം 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ കാരമലൊന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. ഇപ്പോൾ ഈ കാരമലൊക്കെ ഒന്ന് കട്ട ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, മറ്റേ കറുത്തമുന്തിരി, ചെറി, ഡ്യൂട്ടി ഫ്രൂട്ടി, അതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണ്ട് കുറുക്കരുത്, അളവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അതൊരു പകുതി വരെ ആയിട്ടുണ്ട്. നന്നായി അത് കുറുക്കിയെടുക്കരുത്, അപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. ഈ ഒരു പരുവമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി കുറച്ചും കൂടി ഒന്ന് കുറുകി വരും ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചാൽ. ഇനി ഇതാ പൊടികളൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഒരു കിലോൻ്റെ കേക്കിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ അത് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു മെഷറിംഗ് കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അളവിൽ എല്ലതും ആക്കിയാൽ മതി. ഇതിലിപ്പോൾ 1/4 കപ്പ് മൈദ എടുക്കുക, അതിൽ 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. അങ്ങനെ എല്ലാ അളവും ആ ക്ലാസ്സിനനുസരിച്ച് ആക്കിയാൽ മതി കേട്ടോ. പിന്നെ അത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കുറച്ച് കുറവ് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അരിപ്പ ഉണ്ടെങ്കിൽ ഒരു 3 തവണ അരിച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി. ഞാനിവിടെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അത് അരിപ്പയിലാണെങ്കിൽ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വെച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നന്നായി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി അതൊരു മിക്സിയുടെ ബൗളിലേക്ക് 3 കോഴിമുട്ടയാണ് അവിടെ എടുത്തിട്ടുള്ളത്. 1 കിലോൻ്റെ കണക്കിലേക്ക് 3 കോഴിമുട്ടയാണ് കേട്ടോ വേണ്ടത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ച് കൊടുത്താൽ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്ലം കേക്കാണ് പറയുന്നത്. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഷുഗർ ആണെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു എന്നുള്ളൂ. ടേസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. 2-3 സെക്കൻഡ് വെച്ചിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ ഉണ്ടല്ലോ, നട്ട്സ് എല്ലാം ഇട്ടിട്ട് അതൊന്ന് കുറുകി വന്നിക്കണം കണ്ടില്ലേ. ആ ഒരു കറക്റ്റ് അളവിൽ ഓഫാക്കണം കേട്ടോ. നല്ല കട്ടിയായിട്ട് ഓഫാക്കിയാൽ പിന്നെ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് കിട്ടാത്ത രീതിയിലാവും ഇതുണ്ടാവുക. അപ്പോൾ ആ ഒരു ഭാഗമാകുമ്പോൾ ഓഫാക്കി വെക്കുക. അപ്പോൾ അത് കറക്റ്റ് അളവായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് ഞാനൊരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിൽ എഗ്ഗ് ഉണ്ടല്ലോ മിക്സ്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ല, അത് അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഒന്ന് മിക്സാക്കി എടുത്താൽ ശരിയാവട്ടത്. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കത്. കാരമലിൻ്റെ അളവെല്ലാം കറക്റ്റ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് കേക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങളിൽ വൈറ്റ് ഷുഗർ ചേർക്കുക. അപ്പോൾ കളർ കുറച്ച് കുറവാകുന്നുള്ളൂ, കുഴപ്പമില്ല, ടേസ്റ്റ് എല്ലാം ഒന്ന് തന്നെ ആവും കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന കേക്കാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്കും ടേസ്റ്റ് എല്ലാം ഒരേ ടേസ്റ്റ് തന്നെയാണ്, ഒരു മാറ്റമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ കറുത്തമുന്തിരി മാത്രമാണെങ്കിൽ അതെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ.
ഇപ്പോൾ ഞാൻ കാഷ്യൂ ഒരു 1/4 കപ്പ് കാഷ്യൂ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് ഉരുളക്കല്ലുണ്ടെങ്കിൽ അതിലിട്ട് കുത്തിയെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ 3 കഷ്ണമാക്കി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ വെക്കണുള്ളൂ കേട്ടോ. ഇങ്ങനെ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, മൈദ മിക്സ്, അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കാരണം അത് അടിയിൽ പോയി കെടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ. അതിന് വേണ്ടിയിട്ടാട്ടോ കാട്ടണ ഇങ്ങനെ. പിന്നെ ഇതിലേക്ക് ഓറഞ്ച് ജസ്റ്റ് ഞാനിവിടെ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു, അതിൻ്റെ മേലത്തെ തൊലി കളഞ്ഞ് എടുത്തതാണിത്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ ആ ഓറഞ്ച് മേലത്തെ വൈറ്റ് പെടാണ്ട് അതിൻ്റെ മേലത്തെ ഇത് മാത്രം ഉണ്ടല്ലോ, ആ കളറ് മേലത്തെ ഓറഞ്ച് കളറ്, അത് മാത്രം ഇങ്ങനെ ഒന്ന് ചിരണ്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടും. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രാമ്പു പൊടിച്ചതാണ് കേട്ടത്. ഞാനിവിടെ ഒരു 10 അല്ലി ഗ്രാമ്പു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് അടിച്ചെടുത്ത്. പഞ്ചസാര ഇടുന്നത് ഗ്രാമ്പു ഒന്ന് നന്നായി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്താണ്. അത് 1 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് നേരത്തെ മാറ്റി വെച്ച പൊടികളുണ്ടല്ലോ, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സാക്കരുത്, ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ബാക്കി വന്ന മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ മാറ്റി വെച്ച കാഷ്യൂ ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. കാഷ്യൂ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സിലും വേണമെങ്കിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നന്നായി അടിയിൽ പോയി കൊടുക്കില്ല. ഒന്നിട്ട് കൊടുക്കുക നല്ലതാണ് കേട്ടോ. 1 ടീസ്പൂൺ മൈദ ഇട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അത് ഇനി ഇതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുക്കറിലാട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉള്ളത് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ബട്ടർ പേപ്പറും ഓയിലെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബാറ്ററാണ് കേട്ടോ പ്ലം കേക്കിന് ഉണ്ടാകുക. എന്നിട്ട് അപ്പോൾ ബേക്ക് ആവാൻ കുറച്ച് ടൈം അധികം എടുക്കും. മറ്റേ കേക്കിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടൈം അധികം എടുക്കും പ്ലം കേക്കിന്. ഇപ്പോൾ 1 മണിക്കൂറോളം എടുത്തു എനിക്ക് ഇങ്ങനെ കുക്കായിട്ട് കിട്ടാൻ. 1 മണിക്കൂറും 10 മിനിറ്റും ആയിട്ട് എനിക്ക് ഇത് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി മേലത്തെ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മേലെ ഒന്നും ആക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. മേലത്തെ വിസിലിടരുത് കേട്ടോ. മേലത്തെ വിസിൽ ഊരിയിട്ട് വേണം വെക്കാൻ. പിന്നെ അത് മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാഷും പിന്നെ ഉണക്കമുന്തിരിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എന്താ വെച്ചാൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. മേലത്തെ വിസിൽ ഊരാൻ മറക്കരുത് കേട്ടോ. എന്നിട്ടിത് ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുക്കുക. അടി കട്ടിയുള്ള നല്ലൊരു പാന് വേണം കേട്ടോ വെക്കാൻ. ഞാനിതിവിടെ ഇങ്ങനത്തെ ഒരു പാനാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കട്ടോ. ഇപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റും ആയി എനിക്കിത് കറക്റ്റ് ടൈമായിട്ട് ഒന്ന് ബാക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടത്. ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്. 1 മണിക്കൂറും 10 മിനിറ്റും ആയിട്ടുണ്ടത്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് സ്പോഞ്ച് കേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഉള്ളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ നിന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് മാറ്റിയെടുക്കട്ടോ. ഇതിപ്പോൾ കുക്കറിൽ നിന്ന് മാറ്റിയെടുത്ത് കേക്കാണിത്. നല്ല സ്പോഞ്ച് കേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കുമാണ് കേട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാനിതിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലൈക്കും കൂടി ഇട്ടാൽ ഇനിയിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം.